ഹായ് ഓൾഡ് മാൻ, ഇവിടെ ആകെ ബ്ലോക്കാണല്ലോ. ഈ ട്രാഫിക് ജാം എപ്പോഴാണ് തീരുക? മോനെ, നിനക്കെന്താ പറ്റിയത്? ഇത് 2025 എന്റെ കാലത്ത് ഇവിടെ ആകെ 4 കാളവണ്ടിയും 2 ബസ്സിനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെന്താ ഇത്ര ബ്ലോക്ക്? ഇത് ഹൈടെക് ബ്ലോക്ക് അല്ലേ? എഞ്ചിനും ബ്ലോക്ക്, എങ്ങും ബ്ലോക്ക്, വീടിന് പോലും സ്ഥലം കിട്ടാനില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ 2 രൂപങ്ങളാണ്. ഞാനിന്ന് കേരളപ്പിറവി ദിനമാണ്. നമസ്കാരം. നമസ്കാരം മോനെ, നമ്മുടെ കാലത്ത് വിദ്യാഭ്യാസം വലിയൊരു സ്വപ്നമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് വിദ്യാഭ്യാസമോ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ ബിടെക് ചായക്കരയാ. പണ്ട് ജോലി കിട്ടാനായിരുന്നു ബുദ്ധിമുട്ട്. ഇപ്പൊ ജോലി കിട്ടി കഴിഞ്ഞ് കേരളത്തിൽ നിൽക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. നമ്മുടെ കാലത്ത് നാട്ടിലെ മണ്ണും വെള്ളവും തന്നെ സമ്പത്ത്. വെള്ളമോ? ഇപ്പൊ എല്ലായിടത്തും പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പിന്നെ മണ്ണൊക്കെ ഫ്ലാറ്റിന്റെ അടിയിൽ പോയി. ഇപ്പൊ എല്ലാ സ്ഥലത്തും മണൽ മാഫിയാണല്ലോ. ഞാൻ പച്ചപ്പും ശുദ്ധവായുമായിരുന്നു ജീവിതം തന്നെ. ഇപ്പൊ പച്ചപ്പ് ശുദ്ധവായൊക്കെ ഫോട്ടോഷോപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിപ്പോ എന്താണ്, വിദേശ കേരളമാണ്. നിങ്ങൾ രണ്ടുപേരും പറയുന്നതിൽ സത്യമുണ്ട്. ഞാൻ സ്വർഗം പോലെ കണ്ടൊരിടമായിരുന്നു ഇത്. അത് ഞങ്ങളുടെ കാലത്ത് ജാതിയും മതവും ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് സൗഹൃദത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ലക്ഷക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഒരാവശ്യം വന്ന് ഒരുത്തനും വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇത് ഞങ്ങൾ ഓൺലൈൻ കഞ്ഞി പോലെയാണ് ഞങ്ങളുടെ സൗഹൃദം. എന്റെ കേരളത്തിന് എന്ത് പറ്റി? എന്റെ മക്കൾക്ക് എന്ത് പറ്റി? നിങ്ങൾ രണ്ടുപേരും മാറിയത് കാലം ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. പഴയ നാടിക്കെത്തി നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാവില്ലായിരിക്കാം. പക്ഷെ എൻ്റെ മക്കൾക്ക് ഇപ്പോഴും ഒരു കാര്യം ചെയ്യാനാകും. എന്താണത്? ഇത് നഷ്ടപ്പെട്ട പച്ചപ്പ് വീണ്ടെടുക്കാൻ വീണ്ടും ഓരോരോ മരങ്ങൾ നടാം. നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ തിരിച്ചടിക്കാൻ മൊബൈലുകൾ മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കാം. ഞങ്ങൾ പുറത്തുള്ള പച്ചപ്പ് കാണാതെ സോഷ്യൽ മീഡിയയിലുള്ള പച്ചപ്പുള്ള ഫോട്ടോകൾ കാണാനാണ് ശ്രമിച്ചത്. എന്റെ മോന്റെ ബുദ്ധി ഇനിയും പോയിട്ടില്ല. ഇരുവരും എൻ്റെ നന്മയുടെയും ഭാവിയുടെയും പ്രതീകങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വലുത് തിരിച്ചു പിടിക്കാനാവും. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ കഴിയും. അതിന് വേണ്ടത് പഴയ ലാളിത്യവും പുതിയ സാങ്കേതിക വിദ്യയും ധാർമ്മികമായി ഉപയോഗിക്കാനുള്ള മനസ്സാണ്. എല്ലാ മലയാളികൾക്കും കേരളപ്പിറവി ആശംസകൾ.